ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ കരിഞ്ജീരക എണ്ണയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കരിഞ്ജീരക എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നന്നായിട്ട് തഴച്ച് വളരാനും ഉള്ളൊരു എണ്ണയാണ്. അപ്പോൾ അതിനിവിടെ ആവശ്യമുള്ളത് പ്രധാനമായിട്ടും കരിഞ്ജീരകം, പിന്നെ കുറച്ച് ഉലുവ. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം അതിലേക്ക് ഈ കരിഞ്ജീരകം ആദ്യം വന്നിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ജാറിൽ ഒട്ടും വെള്ളം പാടില്ല, നന്നായിട്ട് തുടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഉലുവയും പൊടിച്ചെടുക്കണം, പക്ഷേ രണ്ടും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്താൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് കരിഞ്ജീരകം ആദ്യം പൊടിച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ മിക്സിയിൽ തന്നെ ഉലുവയും കൂടെ നമുക്ക് പൊടിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് പൊടിഞ്ഞ് കിട്ടണം. ഇനി ഇതും കരിഞ്ജീരകത്തിൻ്റെ പൊടിയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മുടി തഴച്ച് വളരാനൊക്കെ വളരെ നല്ലൊരു എണ്ണയാണിത്. ഇനി നമുക്കൊരു ഗ്ലാസ് ബോട്ടിലും കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 200 ഗ്രാം വെളിച്ചെണ്ണയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 50 ഗ്രാം ആവണക്കെണ്ണ, അതായത് കാസ്റ്റർ ഓയിൽ, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ 200 ഗ്രാമാണ് വേണ്ടത്. ഞാനിവിടെ ആദ്യം 100 ഗ്രാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ അടിയൊക്കെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 100 ഗ്രാം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 200 ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് 50 ഗ്രാം കാസ്റ്റർ ഓയിൽ എന്ന അളവിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും 2 ടേബിൾ സ്പൂൺ ഉലുവയും. ഇനി ഇതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് വെയിൽ കൊള്ളിക്കുകയാണ് വേണ്ടത്. ഇത് വെയിലിൻ്റെ ആ ചൂട് കൊണ്ട് വേണം നമുക്ക് ഈ എണ്ണ റെഡിയായിട്ട് കിട്ടാൻ. ഇപ്പോൾ എണ്ണ തയ്യാറായിട്ടില്ല, നമുക്ക് തലയിൽ തേക്കാൻ പാകത്തിനായിട്ടില്ല. ഇതിനൊരു 5 ദിവസം വരെ നല്ല വെയിലത്ത് വെച്ച് ആ വെയിലിൻ്റെ ചൂട് ഏൽക്കണം, എന്നാലേ ഇത് കറക്റ്റ് പാകമാവുള്ളൂ. അപ്പോൾ 5 ദിവസത്തിന് ശേഷം വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. ഡെയിലി യൂസ് ചെയ്താൽ മുടി നന്നായിട്ട് തഴച്ച് വളരുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.